തീർച്ചയായിട്ടും NDA BJPക്ക് അഭിമാനിക്കാം. 140 സീറ്റുകളിൽ എല്ലായിടത്തും മത്സരിച്ചു. 3 സീറ്റുകളിൽ വ്യക്തമായ വിജയം നേടാൻ സാധിച്ചു. കഴക്കൂട്ടത്ത് ഫോട്ടോ ഫിനിഷായിരുന്നു. വളരെ കുറഞ്ഞ ഭൂരിപക്ഷമേ ഉള്ളൂ. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. പക്ഷേ നേമത്തും നല്ല രീതിയിലുള്ള പ്രകടനമാണ് തുടക്കം മുതൽ തന്നെ കാഴ്ചവെച്ചത്. ചാത്തന്നൂരും അതുതന്നെ. ശരിക്കും BJPയുടെ പോലും പട്ടികയിലില്ലാത്ത ഒരു മണ്ഡലമായിരുന്നു ചാത്തന്നൂർ. മറ്റ് പേരുകളാണ് പറഞ്ഞു കേട്ടത്. പാലക്കാട്, മഞ്ചേശ്വരം, തിരുവല്ല ഒക്കെയാണ് പറഞ്ഞ് കേട്ടത്. അതുപോലെ നേമവും കഴക്കൂട്ടവും ഒക്കെ പറഞ്ഞു കേട്ടു. ചാത്തന്നൂർ ശരിക്കും BB ഗോപകുമാർ എന്ന വ്യക്തി സാത്വികനായ, പരമസാത്വികനായ, അധ്യാപകനായ, കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഗോപകുമാർ സാർ, അദ്ദേഹം അർഹിച്ച വിജയം തന്നെയാണ് നേടിയത്. അദ്ദേഹത്തെ എതിർ സ്ഥാനാർത്ഥികൾക്കോ എന്തിന് BJPയിലെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും അദ്ദേഹത്തെ പേര് ചോദിച്ചാൽ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള അത്രയും പരിചയമേ ഉള്ളൂ. അദ്ദേഹം ചാത്തന്നൂരിലെ ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുമായിട്ട്, അദ്ദേഹത്തിൻ്റെ വോട്ടർമാരുമായിട്ട് അഭേദ്യമായ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം BJPയുടെ കൊല്ലം ജില്ലാ അധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ SN സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ട് സർവീസിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ്. ജനകീയനാണ്. ജനകീയത എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു വേള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാർ പോലും BB ഗോപകുമാറിന് വോട്ട് ചെയ്തിട്ടുണ്ടാകണം. ഈ രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനം ചാത്തന്നൂരിൽ നടന്നതുപോലെ, കഴക്കൂട്ടത്ത് നടന്നതുപോലെ എല്ലായിടത്തും ചിട്ടയായ പ്രവർത്തനം തന്നെയാണ് നടന്നത്. അവിടെയുള്ള അടിയൊഴുക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും BJPക്ക് NDAക്ക് തിരിച്ചടിയായിട്ടുണ്ടാകും. പാലക്കാടൊക്കെ ഏതാണ്ട് ഷുവർ സീറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് പോയത്. പക്ഷേ 13,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. 11 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തുണ്ട്, 3 ഇടങ്ങളിൽ 1ാം സ്ഥാനത്തും എത്തി. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ജനകീയനായ ആളുകളെ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മുമ്പോട്ട് പോകേണ്ടത്. കഴിഞ്ഞ ദിവസം യുവരാജ് ഗോകുലുമായി വ്യക്തിപരമായി സംസാരിച്ചു. നമ്മളതിൻ്റെ ബൈറ്റും കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് 2031 കേരളം BJP ഭരിക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പെട്ടെന്നെത്തിയില്ലെങ്കിലും എത്താൻ സാധിക്കും BJPക്ക് എന്നതിൻ്റെ തെളിവുകളാണ് നമ്മൾ കണ്ടത്. കഴക്കൂട്ടത്തായാലും നേമത്തായാലും ചാത്തന്നൂരായാലും ഒക്കെ തന്നെ. മറ്റ് 11 ഇടങ്ങളിൽ 2ാം സ്ഥാനം എന്നത് അത്ര ചെറിയ കാര്യമല്ല. ഈ വലിയ 2 മുന്നണികളെ നേരിട്ടുകൊണ്ടാണ് അതിശക്തമായ മത്സരം BJP NDA സഖ്യം കാഴ്ചവെച്ചത്. ജയിച്ച 3 പേർക്കും വൈകിയാണെങ്കിലും അഭിനന്ദനങ്ങൾ. അത്ര വൈകിട്ടൊന്നുമില്ല. മാത്രമല്ല പ്രവർത്തിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർ, അവർക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു അംഗീകാരം തീർച്ചയായിട്ടും പാർട്ടിയും മുന്നണിയും കൊടുക്കണം. അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ഒരു റിസൾട്ട് എന്നത് തികച്ചും യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. ആയിരക്കണക്കായ ലക്ഷക്കണക്കായ പ്രവർത്തകരുടെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി NDAക്ക് സാധ്യമായത്. പ്രത്യേകം BB ഗോപകുമാറിൻ്റെ വിജയത്തിന് അല്പം തിളക്കവും മധുരവും കൂടുകയും ചെയ്യുന്നു.